ഹായ് ചെങ്ങന്മാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാനുള്ളത് നമ്മളെ വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് കടന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒരു ഒന്നൊന്നര ടൂറിസ്റ്റ് പ്ലേസ് തന്നെയെന്ന് പറയാം. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ കുറച്ച് നടക്കാൻ കഴിയാത്തൊരു കയറ്റം കയറാൻ കഴിയാത്തൊരൊന്നേ വെറുതെ അങ്ങോട്ട് പോകാറുണ്ട്. കാരണം വണ്ടി വെച്ചിട്ട് കയറ്റം കയറാണ്ട് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. ഇവർക്ക് ടിക്കറ്റ് കൗണ്ടർക്ക് എത്തണമെങ്കിൽ 1.5 കിലോമീറ്റർ റോഡിന് ഇങ്ങനെ കയറി പോകണം. അതുകൊണ്ടാ പറഞ്ഞത് നടക്കാൻ വയ്യാത്തവരൊന്നും വെറുതെ എനിക്കും കാണണം എന്ന് പറഞ്ഞ് പോരണ്ട. പോന്നാല് അവിടെ എത്തി ഫുള്ളായിട്ട് കണ്ടിറങ്ങി പോരാൻ കഴിയൂല. ഇത് ഏതാ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ജില്ലയിലെ ഇതാണ് ഏത് എടക്കൽ ഗുഹ കട പോണത്. നമ്മളിപ്പം നടന്ന് ടിക്കറ്റ് കൗണ്ടർക്ക് എത്തിയാണ്. നമ്മളൊപ്പം ഉള്ള കണ്ടല്ലേ, ഏകദേശം സൈഡായ മാതിരി അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയപ്പോ നാവൂലെന്നാ പറഞ്ഞു. ഇനി അപ്പൊ നമ്മൾ വിചാരിച്ചു ടിക്കറ്റ് കൗണ്ടറിലെത്തി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് നേരെ പോയി ഗുഹം കണ്ട് ഏലക്കൽ ഗുഹയും കണ്ട് ഇവിടെ ഇറങ്ങി പോരാന്ന്. അത് പറ്റൂല ടെങ്ങന്മാരെ, ഇത് ഇനിയാണ് കയറി പോകാനുള്ളത്. നമ്മൾ വിചാരിച്ചു അവിടെ കയറിയാലും പിന്നെ കഴിഞ്ഞില്ല. ഇനി കയറാനുള്ളത് ഇതുപോലെ സ്റ്റെപ്പുകളാ. ഇതുവരെ കോൺക്രീറ്റ് റോഡിന് നടന്നു പോകുന്ന കയറ്റാണെങ്കിൽ ഇനി കയറി പോകാനുള്ള സ്റ്റെപ്പാട്ടോ. കണ്ടോളി സ്റ്റെപ്പ്. അപ്പോൾ എങ്ങനെയുണ്ട് കയറി പോണ വയ്യെന്ന് നോക്കിയാണ്. കുറച്ച് ദുർഘടം പിടിച്ച വഴി തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കയറാൻ കഴിയുന്നോല് പോന്നാ മതി എന്ന് പറഞ്ഞു. എടക്കൽ ഗുഹ കാണാൻ ഞാനുണ്ടോ പറഞ്ഞ് പാഞ്ഞാല് ചിലപ്പോ അവിടെ എത്തി ഇങ്ങോട്ട് ഇറങ്ങി പോരാൻ കഴിയും. പക്ഷെ ഒരു ഫസ്റ്റിലെ ഗുഹയായിട്ടായി കാണുന്നത്. ഇതൊരു സംഭവം തന്നെ. ഒരെണ്ണം കൂടി ഉണ്ട് തന്നെ. ഇതിന് കയറിയിട്ട് പിന്നെ അപ്പുറത്ത് വേറെ ഗുഹയും കൂടി ഉണ്ട് തന്നെ. ചെറുതാണ്. ഇപ്പൊ നമ്മള് എടക്കൽ ഗുഹകൾ എന്ന് പറയാം. ഒരു ഗുഹന്റെ ഏറ്റവും ചെറിയ ഗുഹ അവിടെയുള്ള ചെറിയ ഗുഹന്റെ ഉള്ളിലാണ് ഇപ്പൊ ഉള്ളത്. ഇവന്റെയൊക്കെ മുട്ടുംകാല് രണ്ടോടി കൂട്ടി ബെല്ലടിക്കേണ്ടതാണ്. അതുകൊണ്ട് കയറി പോകണം. ഇതുപോലത്തെ സ്റ്റെപ്പൊക്കെ കയറി പോകണം. ഇങ്ങോട്ട് കഴിഞ്ഞ തുടങ്ങുന്നുള്ളതാണ്. അത് ഇറക്കോ അത് വേറെ വയ്യ. പക്ഷെ വേറെ സുഖമുണ്ട്. ഒരു ആൾക്കാരൊക്കെ കുറെ അവിടെ ഇരിക്കണ് ഇവിടെ ഇരിക്കണ് കുഴങ്ങി ഇരിക്കണ്. അത് എന്താ വെച്ചാലേ, അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് ഇതുപോലെ ഒരു ബോട്ടിൽ വെള്ളം കൈ പിടിച്ച് പോന്നോണ്ടിട്ട് അവിടുന്ന് ഒരു വെള്ളം പോലും കിട്ടില്ല. അതിൽ കയറി പോവാണെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം കുടിച്ച് പോന്നോളി. അതിന്റെ മുകളിലോട്ട് കയറിയിട്ട് താഴത്തേക്ക് നോക്കുന്ന രംഗാണ് ഇത്. കണ്ടങ്ങള് വെറുതെ കയറി വരണുണ്ടോ സ്റ്റെപ്പ്. എങ്ങനെയുണ്ട് താഴത്തേക്ക് നോക്കിട്ട്. ഇപ്പൊ നമ്മൾ ഏകദേശം പശ്ചിമഘട്ടത്തിന്റെ ഏകദേശം ഒരു മുകളിലെത്തിന്. ഇപ്പൊ വണ്ടി പാർക്കിങ്ങിൽ എടുക്കുന്ന സ്ഥലമാട്ടോ ഈ കാണുന്നത്. ഇപ്പൊ ഈ കാണുന്നുണ്ടല്ലേ, ഇത്രയും അടി ഇതാണ് നമ്മൾ കേറി വന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നടക്കാൻ വയ്യാത്തോടെ എടക്കൽ ഗുഹ കാണാന്ന് പറഞ്ഞ് പോയി വെച്ച് വരണ്ടെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഗുഹക്കാട്ട പോണത്. ഈ ഗുഹന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആൾക്കാർ താമസിച്ചു എന്നുള്ളതിനുള്ള ഒരുപാട് തെളിവുകളുണ്ട്. അവരുടെ ലിപികളും കാര്യങ്ങളൊക്കെ ചുമരിൽ കൊത്തി വെച്ചത് കാണാൻ നമുക്ക്. കല്ല് നിൽക്കണങ്ങൾ കണ്ട പേടിയാവും. എങ്ങനെയുണ്ട് എടക്കൽ ഗുഹ? അപ്പൊ കയറാൻ കഴിയുന്നോല് ഇത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വയനാട് വരുമ്പോ വന്ന് കണ്ടോളി. കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെയും പറയണ കയറാൻ കഴിയുന്നോല് മാത്രം. അപ്പൊ എല്ലാ വീഡിയോയിലും പറഞ്ഞ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്ത് നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലിട്ടോ.